ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രമായതുകൊണ്ട് നമ്മുടെ ഫാമിലിയൊക്കെ നാട്ടിലായതുകൊണ്ടും വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് നടത്താറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാനും ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ തനിയെ ഉണ്ടാക്കി ചെറുതായിട്ടൊരു ക്രിസ്മസ് വൈബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കരോളൊന്നും വരുന്ന പതിവില്ല കേട്ടോ. പിന്നെ ഇവിടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിന് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇവിടെ ഞങ്ങൾ രാവിലെ 25-ാം തീയതി രാവിലെ ക്രിസ്മസിന് പള്ളിയിലൊക്കെ പോയി വന്ന് ചെറിയൊരു ചിക്കൻ റാപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരു ചിക്കൻ ബിരിയാണി സ്പെഷ്യലായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പം ഞങ്ങൾ അറിയുന്ന 2 മലയാളി കുട്ടികൾ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും പിന്നെ നമ്മുടെ ഹൗസ് ഓണർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹൗസ് ഓണർ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അവർ കനേഡിയൻസ് ആണ്. പക്ഷെ അവർ നമ്മളെ ഒരു ടെനൻസ് ആയിട്ട് മാത്രം കാണാതെ നമ്മൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു പരിഗണനയൊക്കെ തരുന്നത് കാണുമ്പം ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അവർ ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിലത് വൈകുന്നേരങ്ങളിൽ കൊണ്ടുവന്ന് തരും. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയില്ല എന്നറിയാവുന്നത് കൊണ്ട് എന്തെങ്കിലും ഗ്രോസറി മേടിക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി കൊണ്ടുപോകാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ എല്ലാ പ്രാവശ്യവും ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഞങ്ങളെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണിയുടെ കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. ഞാൻ സാധാരണ യൂട്യൂബൊക്കെ ഒരു 3-4 വീഡിയോസ് നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന രീതിയിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് എന്തായാലും ചോറ് തിളപ്പിച്ച് ഊറ്റി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ചോറ് പറ്റിച്ചുണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ നല്ല തണുത്ത വെള്ളം ആദ്യം ഒഴിച്ചതുകൊണ്ടാണ് കേട്ടോ ആ നെയ്യൊക്കെ ഭയങ്കര കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചിക്കൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, എന്നിട്ട് ദമ്മിടാമെന്ന് വിചാരിച്ചു. കാരണം അത് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ അതിലെ ഏലക്ക, പട്ട, ഗ്രാമ്പൊക്കെ പെറുക്കി മാറ്റി കളയുന്നുണ്ട്. കാരണം അത് ഇടയ്ക്ക് ചോറ് കടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പം ഞാനിത് ഷോർട്ട് വീഡിയോ എടുക്കുന്ന രീതിയിൽ എടുത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഫുള്ളായിട്ട് അപ്ലോഡ് ആവുമെന്ന്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു പാർട്ടായിട്ട് നിർത്തുകയാണ്. അടുത്ത പാർട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക.